ഹലോ മുതുക്കൻ എവിടെണ്ട്? മുതുക്ക് റിപ്പയർ. മുതുക്കിന്നൊന്ന് മാറിയാലോ, നമുക്ക് അവിടെ സംസാരിച്ച എല്ലാരും ഇല്ലില്ല അവര് ഷേക്കിന്റെ വീട്ടിലുണ്ട്. എന്നെ മുതുക്കിന്ന് പിക്ക് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് പോവാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഞങ്ങൾ മുതുക്കിലോട്ട് വരാം. ഞങ്ങളൊരു ബ്ലാക്ക് കളർ. ഞാൻ മുതുക്ക് റിപ്പയറിന്റെ ഫ്രണ്ടിലുണ്ട്. അണ്ണാ ഈ പെണ്ണിന്റെ പേരെന്ത്? എന്താടാ ഈ പെണ്ണിന്റെ പേരെന്ത്? ഇപ്പൊ വിളിച്ചത് പെണ്ണല്ല, അല്ലേ? ഞാൻ നേരത്തെ അതില്ലേ അണ്ണനൊരു ഫ്രണ്ട് ഇല്ലേ, കസിൻ, നേരത്തെ പറഞ്ഞ ആളെ പേരെന്താ? ഏത് ഫ്രണ്ട്? പമ്പിൽ എത്തിയാലെന്ന് പറഞ്ഞില്ലേ ഒരു സംഭവം? പെട്ടെന്ന് രണ്ടെണ്ണം പറഞ്ഞില്ലേ? രണ്ടെണ്ണം പറഞ്ഞ അണ്ണൻ ആ പേരെന്താ? ഹലോ ഇതാ ഞാൻ ഇവിടെ കൈ വെക്കിട്ടുണ്ട്. കൊമ്പനിലാണ് കണ്ടിട്ടുണ്ട്. 7037 ഞാനിപ്പോ ഷമീറിനെ കണ്ടിട്ട് ഗ്യാങ് സീറ്റിട്ടില്ല. ഇംഗ്ലീഷ് സുഖല്ലേ? പിന്നെ 15 ഒരു പാർട്ടി ഉണ്ട്, ഫ്രീ ആണെങ്കിൽ ഒന്ന് വരുവാ. എന്തിന്റെ പാർട്ടിയാണ്? പെണ്ണിനെ പ്രണയിക്കുന്നുണ്ട്, താരാന്ന പേര്. അപ്പൊ അവളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. വാസോണനും കൂടി പാർട്ടിയോ? ആഗ്രഹങ്ങളല്ലേ വസ്ത്രം, അതങ്ങനെയാണല്ലോ. എല്ലാം പുതിയ താരയുടെ ഫുൾ നെയിം എന്താണ്? നല്ല കുട്ടിയാ, പാവം കുട്ടിയാണ് ഷമീർ. നല്ല കുട്ടിയാ, പാവം കുട്ടിയാ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. താരക്ക് അറിയാം എന്നെ, താരയുടെ അടുത്ത് ചോദിച്ചാൽ മതി. കൊറേ പാട്ടെല്ലാം പാടി തന്നെല്ലാം പറഞ്ഞു ഷമീറിന്റെ അടുത്ത്. അണ്ണനും പാടി കൊടുത്തില്ല. ഇല്ലില്ല, ഞാൻ പാട്ടൊന്നും പാടി കൊടുക്കില്ല. താര നമ്മളൊരു ഫ്രണ്ടായിട്ടാ കാണുന്നത്. ഇനിയിപ്പോ ഷമീറിന്റെ ലവറോടൊന്നും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റെസ്പെക്റ്റിലല്ലേ കാണുള്ളൂ താരയൊക്കെ. അപ്പൊ അണ്ണ എന്തായാലും വരാൻ നോക്കണം മാക്സിമം. എന്ത് വിഷയാന്ന് പറഞ്ഞാലും അന്നത്തെ ഒരു ദിവസം ഒന്ന് വരണം. ഡേറ്റ് എന്താണ്? 17. സാധാരണ കല്യാണ പരിപാടികൾക്ക് റിജക്ട് ചെയ്താൽ പാർട്ടി കോളായില്ലേ? ഒരു മിനിറ്റ്, ഞങ്ങള് ഫാമിലി ആയാണ്ട് ഒന്ന് ഗ്യാങ് ഹൗസിൽ വന്നാലോ ഒരു ദിവസം എല്ലാരും കൂട്ടി? ഫാമിലി ആയിട്ട് തുടങ്ങിയോ? ഇല്ല, മോണിറ്ററിംഗിലാ. നമ്മള് ഫാമിലി ആയതിനു ശേഷം വന്നാൽ മതിയോ? അറിഞ്ഞൂടാ, ഇപ്പം ലോയൽറ്റി പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ആയിട്ടില്ല. ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. വന്നിട്ടൊന്ന് എല്ലാരും ഒന്ന് പരിചയപ്പെടാലോ, പേരൊക്കെ എല്ലാവർക്കും. ഷമീറ, ഞാനൊരു കാര്യം പറയാം. ഇന്നലെ ടി വി ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ പറയുന്നത് നമ്മളായിട്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല ഷമീറ. നിങ്ങളിപ്പം ഷമീർ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 10-30 പേരുണ്ട്. ഈ മോണിറ്ററിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എല്ലാരും ബാധിക്കും. അതാ ഞാൻ പറഞ്ഞത് നമുക്കറിയാം. ഞങ്ങളത് ഈ നമ്മുടെ കൂട്ടത്തിലും നിങ്ങളുടെ കൂട്ടത്തിലും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇന്നലത്തെ സിറ്റുവേഷൻ ആണെങ്കിലും അത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ നിങ്ങളുടെ ഗ്യാങ് ഗാങ്സിനോട് പോയിട്ട് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ അവരങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായി. നിങ്ങളുടെ മോണിറ്ററിംഗ് പീരീഡിൽ എന്തെങ്കിലും മണ്ടത്തരം ചെയ്താൽ ഗ്യാങ് റിജക്റ്റ് ആവും. അതാണ് പ്രശ്നം. ഇല്ലില്ല, ഇനി ഞാൻ കാര്യങ്ങൾ പഠിച്ചല്ല. ഓനത് കുറച്ച് ഓന്റെ ഭാഗത്ത് പറ്റിയ പ്യൂർലി ഓന്റെ മിസ്റ്റേക്ക് ആണ്. അതെ എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ അണ്ണ ഇതൊന്ന് മനസ്സിൽ വെച്ച് വരാതിരിക്കരുത്. പരിപാടിക്ക് എന്തായാലും വരണം. ആദ്യത്തെ പ്രണയാണ്. അപ്പൊ ഇത് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നേരെ അതിലേക്ക് തുള്ളാനുള്ള പരിപാടിയാണ് വെച്ചിട്ട് പരിപാടി നടക്കുന്നത്. അധികം പ്രതീക്ഷകളൊന്നും കൊടുക്കരുത്. ഇവിടുത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവസരം വിഷമിക്കും. വാസ്തവണ്ണ ഇപ്പൊ വിഷമുണ്ട്. കണ്ണാട് പോയാത്തണ്ട. പിന്നെ
കണ്ടു തുറന്നിരിക്കുന്ന സിറ്റിയിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ നോക്കിയ വാസണ്ണനാണ് കേൾക്കുന്നത്. 7 പെൺപിള്ളേരെല്ലാം അങ്ങനൊന്നുമില്ല ഷമീറെ. റെക്കോർഡൊന്നും പറയല്ലേ, മുണ്ടാണ്ടൊക്കെ ചെയ്യിക്കേ. റെക്കോർഡൊന്നും പറയല്ലേ. അപ്പൊ എന്തായാലും പരിപാടി വരണം. എല്ലാ പരിപാടിയും ഉണ്ട്, കള്ളുണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ ഞങ്ങള് മദ്യപിക്കാറില്ല, മദ്യം വിഷമാണ്, അത് കുടിക്കരുത്. മീൻസ് അങ്ങനെയുള്ള മദ്യപിക്കണ്ട വേറെ സാധനം തരാം വാസണ്ണ. അയ്യോ നമ്മള് വേറെ ഒരു പരിപാടി ഇല്ല, ഒന്നും എല്ലാത്തിനും എതിരാണ് നമ്മളെ. ജോയിന്റ് അടിക്കുന്നോ? അല്ല അത് നമ്മള് കുറച്ച് സീക്രട്ട് ആയിട്ട് കൊണ്ടെടുക്കുന്നത്. ഇല്ല ഞാൻ അങ്ങനെയാണ് ഇല്ല, ഒഞ്ഞിരുന്ന് അടിച്ചാൽ മതി, ആരും കാണണ്ട. ഒഞ്ഞിരുന്ന് ഇല്ല കൊച്ചിലെ തൊട്ട് എന്നെ അങ്ങനെയാണ് വളർത്തിയത്. അപ്പൊ ഞാനത് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത് ഇതാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും ഒന്ന് മാറ്റി വെച്ച് എന്തായാലും വരണം. കാരണം എന്റെ ജീവിതം അന്നാണ് ശരിക്കും തുടങ്ങുന്നത്. ഇവന് ആവശ്യമില്ലാത്ത ഹോപ്പാന്നേ, ആവശ്യമില്ലാത്ത ഹോപ്പാണ്. ഒരുപാട് ഹോപ്പിലിരിക്കില്ലേ ഷമീറെ? അഥവാ റിജക്ട് ഒക്കെ ചെയ്താൽ എന്തിന് താങ്ങാൻ പറ്റുമോ? എല്ലാരും അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് സമീർ, എനിക്കറിയില്ല. എന്താ എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. എനിക്ക് താല്പര്യമില്ല, എന്നെ എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് സത്യം. എങ്ങനെ പ്രപ്പോസ് അങ്ങോട്ട് ചെയ്യാനാണോ പ്ലാൻ ഷമീറിന്? ഞാൻ പോയിട്ട് ഞാൻ പറയും എനിക്കൊരു പിക്കപ്പ് ലൈനും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എന്റെ പിക്കപ്പ് ലൈൻ പറഞ്ഞുതരാം. വേവാത്ത റൊട്ടി തിന്നാൻ പറ്റില്ല, നനഞ്ഞ ചെട്ടി ഇടാൻ പറ്റില്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ജെട്ടിക്കകത്തോണ്ട് പറയരുത്, മനസ്സിലായ? എന്നോട് സംസാരിക്കാൻ പോകുമ്പോ നമ്മൾ ഈ ജെട്ടി കേസ് ഒക്കെ പറയണ ചിലപ്പോ ഇംപ്രസ് ആയാലും എന്ത് ചെയ്യും? സത്യം വാസുണ്ണൻ ഒരു എന്താ പറയാ ഒരു കാസനോവയാണല്ലോ. അപ്പൊ വാസുണ്ണൻ ഒരു ഇത് പറഞ്ഞു എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റും. എനിക്ക് ജെൻസി പിള്ളേരെ ഡീൽ ചെയ്യാൻ അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. ഞാൻ ഇപ്പോഴും 90s സാധനങ്ങളൊക്കെ പിടിച്ചാണ് ഞാൻ ജീവിച്ചു പോണത്. നമ്മൾ ആ പ്രായത്തിലുള്ള കുറച്ച് പെൺപിള്ളേരെയാണ് ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കണം. അങ്ങ് അത്രേ ഉള്ളൂ. ഓ ഞാനുണ്ടാവും. ഉറപ്പായിട്ട്. അയ്യോ ഒന്നുകൂടെ ഡേറ്റ് മറന്നുപോയി. 17. ഇന്നത്തെ ഡേറ്റ്? ഇന്ന് 12. പക്ഷേ അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യാൻ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് പ്രപ്പോസ് ചെയ്യാറുണ്ട്. ബർത്ത്ഡേയാ. ഓ അന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടാ. അന്നൊരു മരണം കൂടി ഉണ്ടാവേ. ആക്സെപ്റ്റ് ചെയ്താ എല്ലാ വർഷം ബർത്ത്ഡേയും നിങ്ങളുടെ ലവ് ആനിവേഴ്സറി ഒരുമിച്ച്. ഏതാ ലൈഫ് ഷമീറിന്റെ ഡെത്ത് ആനിവേഴ്സറി എല്ലാ വർഷവും. അപ്പൊ അന്നൊന്ന് ഒരു മോട്ടിവേഷൻ എന്തൊക്കെ തരുമോ? മോട്ടിവേഷൻ ഒന്നുമില്ല, ഓൾ ദ വെരി ബെസ്റ്റ്. നേരെ പോയി കോൺഫിഡന്റ് ആയിട്ടൊക്കെ ചെയ്യാ. മേരി, അവളും പോയ രാജേശ്വരി, അത്രേ ഉള്ളൂ നമുക്ക്. രാജേശ്വരി ആരാ? പോയാൽ ഞാൻ എന്തായാലും അന്നെ അടുത്ത് കാര്യമായിട്ടൊന്നും വരുന്നുണ്ട്. അല്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും വട്ടത്തിൽ നിന്ന് ജോയിന്റ് അടിക്കാം, പ്രശ്നമില്ല. നിങ്ങൾ സംസാരിക്കരുത് ഹലോ വാസണ്ണ, പറഞ്ഞു. ഒരു പിക്കപ്പ് ലൈൻ ഉണ്ട്, ഞാൻ പഠിച്ചു വെച്ചതാ എന്റെ പെണ്ണിനോട് പറയാന്. ഞാനിടും ഷെഡി, ഇജുണ്ടും ഷെഡി, നമ്മൾ രണ്ടാളും ഷെഡി. ഇപ്പൊ ഇന്നലെ ഇതൊരു പെണ്ണിനെടുത്ത് കെവിന്റെ മുമ്പിലുള്ള ഫുൾ വലിയ മല ഏതോ ഒരു ചേട്ടന്മാരിൽ അവിടെ വന്ന് ഒരു മല മുഴുവൻ എഴഞ്ഞ് കയറ്റി അവിടെ എഴഞ്ഞ് ഇറക്കിപ്പിച്ച്. അങ്ങനെ പറയല്ല ചങ്ങായിയാ. ഇങ്ങനെയാണോ ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കില്ല? ഞാൻ പെണ്ണിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാന് നല്ല പിക്കപ്പ്, നല്ല പിക്കപ്പ്. എന്നെ തിരിച്ചോടെ ഡ്രോപ്പ് ചെയ്തേക്കട ഗൈസ്. അണ്ണ ഒറ്റക്കേ ഉള്ളോ? മുന്തിരി 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 നമ്മളെ ബന്ധം അങ്ങനെയാ. പരിപാടി ഇതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് പിന്നെ ഇപ്പൊ റോബറി ഉണ്ട്, അതിന് പോകാൻ വേണ്ടി പോയത്. കല്യാണത്തിന് അണ്ണന്റെ പരിപാടി ഉണ്ടല്ലോ. ഞങ്ങള് വേറെ പരിപാടി ഒന്നുമില്ല, ഞങ്ങൾക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതാ ഞാൻ വിളിച്ചപ്പോ അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ 2 ദിവസമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുമല്ലായിരുന്നോ?
ആ, അതെ, 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 അതെ. ബാത്റൂമിലെ ഞാൻ റോബറിക്ക് വിളിച്ചായിരുന്നു. വരണോ? അന്ന് തിരക്കായിട്ട് പിന്നെ നമുക്ക് ആയോ ടൈം ആയോ ശരിക്ക്? നമുക്ക് പോവാനായോ? സിറ്റിയൊക്കെ പഠിച്ചോ? സാധനം മേടിക്കാൻ പോയതാ. എന്ത് പഠിച്ചോന്ന്? സിറ്റിയൊക്കെ പഠിച്ചോ? സിറ്റിയിലെ കാര്യങ്ങളൊക്കെ ആ പഠിച്ചോ? സിറ്റി പഠിച്ചു ഞാൻ എനിക്ക് കുറച്ച് വാസുണ്ണൻ പറ്റൂലേ? ആൾക്കാരെ കാണിക്കണ്ട. വാസുണ്ണന്റെ പിള്ളേരോടൊന്ന് പറയണം. അത് കണ്ടോ? ആ, ഞാൻ അത്ര നമ്മള് പ്രോ ആയിട്ടില്ല. ഇങ്ങോട്ട് വന്നാ അങ്ങനെ ചോദിച്ചാണ്ട് കുറച്ച് കാര്യം കണ്ടു. പറയണം കേട്ടോ. അതെ, ഷെമീറിനെ കുറെ പേർക്ക് അറിയത്തില്ല അതിനകത്ത്. പിന്നെ അതായത് ഞാൻ പറയണത് അല്ല, അതിന് വാസണ്ണ ഇവനതിന് ഷമീർ എന്നല്ല പറയുന്നത്, കണ്ണൂർ കിങ് എന്നാ പറയുന്നത്. അതുകൊണ്ടാ മനസ്സിലാവാത്ത. ഓ, അതാണ് പ്രശ്നം. അതാ പ്രശ്നം. നമ്മൾ ആദ്യമേ ഇവിടെ വന്ന് കണ്ണൂർ കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആരും കേൾക്കത്തില്ല. കിങ് ആയതിനു ശേഷം കിങ് ആയെന്ന് പറയണതല്ലേ നല്ലത്. അതെ, 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 അതാ നല്ലത്. ആദ്യമേ ഞാൻ പറഞ്ഞു കുറച്ച് ആവേശം കൂടി പോയി. ഇപ്പൊ കിരീടമില്ലാത്ത കിങ്ങ ജെട്ടി ഇട്ടതിന് ശേഷം മുണ്ട് നോക്കി കാണിക്കുക, അല്ലെങ്കിൽ എല്ലാവരും അതെ. അപ്പൊ അണ്ണ അല്ല പറ്റുമെങ്കിൽ പിള്ളേരോടൊന്ന് ഇൻഫോം ചെയ്യണം. ഇങ്ങനെ മണ്ടത്തരങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരുത്തം വരും, വലിയ കാര്യാക്കണ്ട, അങ്ങനെ പറഞ്ഞാ മതി. ഒരു മഞ്ഞ പേപ്പറുള്ള ആളുണ്ട് എമർജിയിൽ നിന്നെല്ലാം ഒന്ന് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞത് തെറ്റാക്കാം. എത്ര ദിവസം മോണിറ്ററിംഗ് പീരീഡ്? എത്ര ദിവസം മോണിറ്ററിംഗ് പീരീഡ് ഇപ്പൊ ലോയൽറ്റി പോയിന്റ് ആയി വരുന്നുള്ളൂ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ അതിന്റെ പ്രോപ്പർ ഇത് കഴിഞ്ഞാൽ എത്ര points, എത്ര points നാ? 250 ലോയൽറ്റി പോയിന്റ്സാ? ആ അത്രേ ഉണ്ട്. ഇപ്പൊ അത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു നിനക്കൊക്കെ എന്ത് ഭാഗ്യ, പണ്ടൊക്കെ 400 ആയിരുന്നു. എന്തായാലും ഇപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഗാങ്ങും ആവട്ടെ, അതുപോലെ പെണ്ണും സെറ്റ് ആവട്ടെ. സെറ്റ് ആവട്ടെ, സെറ്റ് ആവട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മാക്കിനോട് വിളിക്കാൻ പറഞ്ഞു. വിളിക്കാം. അണ്ണ എന്തായാലും പറഞ്ഞ 17-ാം തീയതി മറക്കരുത്. ഓക്കെ വരാം. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ശരിക്കും ഞാൻ ഓക്കെ വിട്ടാലോ? ശരിക്കും വിടാം. ഓക്കെ 250 ലോയൽറ്റി പോയിന്റ്സ് ഉണ്ട് അണ്ണാ നമ്മളെ കൊമ്പ കൂടെ. എന്നെ ഒന്ന് മുതുക്കിലോട്ട് വാ വിട്ടേക്കാം. വാ വാ വാ. ഷമീറ പറ. ഏതാ വണ്ടി? ഏതാ അത്? എന്റെ അടുത്തുള്ള ഫോർച്യൂണർ എന്ത് വണ്ടി? വലിയ വണ്ടി. ഇത് ഉസ്മാനാ അണ്ണാ? അത് ഉസ്മാൻ ഒരു മിനിറ്റ്. അത് ഉസ്മാൻ അല്ലത്. അതെ, ഉസ്മാൻ ഉസ്മാൻ എനിക്ക് എന്റെ ബായിലെന്താ അപ്പിട്ടിനാ? ഇച്ചിരി ഞാൻ ഇച്ചിരി കൺട്രോൾ ചെയ്ത് ഇച്ചിരി ഇങ്ങനെ സാധനത്തിലാ. മിണ്ടുവെങ്കിലും ചെയ്യടാ ഉസ്മാൻ. നീ MRC-ലൊക്കെ ഒരു വലിയ ആളായി. ഏത് വഴിക്ക് പോയാലും നാടെ പൊക്കെ പിടിച്ചിരിക്കണ്ടായി. ഞങ്ങള് വലിയ ആൾക്കാര് വർത്താനം പറഞ്ഞാ ഉണ്ടായിരുന്ന ആണോ? അതാ അന്നത്തെ ഉസ്മാൻ അതിനെ എപ്പോഴും ഉണ്ടാൻ പറ്റി. അന്നല്ല ഉസ്മാൻ ഓടി വരും. നമ്മൾ മിണ്ടായിരിക്കും. അയലോക്കാർ തമ്മിൽ സംസാരിക്കട്ടെ, നമുക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ ഇവര് തമ്മിൽ സംസാരിക്കുമ്പം. ഹലോ പറടാ. ഉത്തര അന്ന കാണാം. പോയിട്ട് വരുന്നടാ. ഇപ്പൊ അങ്ങടെ പോണ എന്നെ അന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. എന്തിനാ എന്റെ വണ്ടി എടുക്കണേ റോബർക്ക്? അത് വിളിക്കാം. ഇപ്പൊ കേറി എത്ര കുറച്ചേരം മുമ്പ് കേറി എത്ര? എന്നാ ആയിക്കോട്ടെ. ഹലോ. ശരി വാസണ്ണ. ശരി പോയിട്ട് വരാം. ശരി എന്നാ. ഓക്കെ ഉസ്മാനെ പോയിട്ട് വരാം.